ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിന് വിപരീതമായി നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ, നാളത്തേക്കുള്ള സാധാരണയായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് നോക്കാം. ആദ്യമായി സെൻസെക്സിന്റെ നാളത്തേക്കുള്ള എന്റെ ട്രേഡിംഗ് പ്ലാൻ ഏതാണെന്ന് വിശദീകരിക്കാം. 80,478 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 80,371 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 80,637, അതായത് ഇന്നത്തെ ഉയരം, 80,740, 853, 942, 81,027 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 80,637, അതായത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 80,371 എന്ന മൈനർ സപ്പോർട്ടിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. ഇവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 55,416 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 55,340 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 55,583, 662, 757, 870, 55,977 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,583 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,205 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. ഇനി നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. നമുക്ക് ആദ്യം 8/8/2025 വെള്ളിയാഴ്ച 24,350 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,371 എന്ന ലെവലിലാണ്. അതായത് ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിനേക്കാളും 21 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഒരു 253 പോയിന്റിന്റെ മൂവ്മെന്റ് നിഫ്റ്റി തന്നിട്ടുണ്ട്. ഇന്ന് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ലഭിച്ചതെങ്കിൽ പോലും ഇതിനെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയാനുള്ള ഒരു ഹൈറ്റ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ലഭിക്കുമ്പോൾ. എങ്കിലും ആദ്യത്തെ ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ വളരെ പെട്ടെന്ന്
ഒരു സെല്ലിംഗ് ആക്ഷൻ ആണ് നടന്നിരുന്നത്. കൃത്യമായും അത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,348 എന്ന പ്രധാന സപ്പോർട്ടാണ് അവിടെ നിന്നും വളരെ വേഗം അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിക്കുകയാണ് ചെയ്തത്. കൃത്യമായും ഇത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞവരുണ്ട്. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനൽ പരിശോധിച്ചാൽ ആദ്യത്തെ ഒരു 9, 16, 17 ആകുമ്പോൾ തന്നെ പ്രോഫിറ്റ് എടുത്ത് സ്ക്രീൻഷോട്ടുകൾ നൽകിയവരുണ്ടായിരുന്നു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,435 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യാതെ വീണ്ടും ഒന്ന് സെല്ലേഴ്സ് ആക്റ്റീവായി അത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കൃത്യമായും ആ റെസിസ്റ്റൻസ് ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്ത് പ്രോഫിറ്റ് എടുത്തവരുമുണ്ട്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിൽ അല്പനേരം കൺസോളിഡേറ്റ് ചെയ്ത മാർക്കറ്റ് സ്ട്രോങ് ആയി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിക്കുന്നതായിരുന്നു കാണാൻ കഴിയുന്നത്. ആദ്യം കോൾ ഓപ്ഷൻ ബൈ ചെയ്തവർ ഡേയ്സിലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് വീണ്ടും എൻട്രി എടുത്തു. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അത് രേഖപ്പെടുത്തിയ വിവരമായിരുന്നു. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആയി നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റായി ലഭിക്കേണ്ടുന്ന 24,435 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ആയി. പിന്നീട് അങ്ങോട്ട് ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പൂർണ്ണമായും ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. കൃത്യമായ എൻട്രികളിൽ നിന്നും കൃത്യമായി പ്രൈസ് റിവേഴ്സ് ആകുന്നുണ്ടായിരുന്നു. നമുക്കത് ഒന്ന് വാച്ച് ചെയ്ത് അനലൈസ് ചെയ്താൽ തീർച്ചയായും ആർക്കും തിരിച്ചറിയാൻ കഴിയേണ്ടതാണ്. ആ തരത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞവർ കൃത്യമായും ട്രേഡുകൾ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിൽ പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമെല്ലാം നല്ല സെല്ലിംഗ് വന്നുകൊണ്ടും സെല്ല് ചെയ്ത് ക്ലോസ് ആയതുകൊണ്ടും തന്നെ പലരും എപ്പോഴാണ് ഒന്ന് സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് തിരിയുക എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ ഒന്ന് കൺവിക്ഷൻ ലഭിക്കാൻ കാത്തുനിന്ന് ട്രേഡ് എടുക്കാതെ വന്നവരുമുണ്ട്. എന്നാൽ വൺ ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന നമ്മുടെ എല്ലാ ലെവലുകളും വളരെ കൃത്യമായി ടെസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇന്നത്തെ ഹൈയും ലോയും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകളിൽ തന്നെയാണ് എക്സാക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. പതിവ് പോലെ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാം. അവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ ആ നമ്പർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. 24,558 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 24,523 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 24,600, 635, 660, 686, 24,722, 753 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,600 എന്ന മൈനർ റെസിസ്റ്റൻസ് ആണ്. അത് ഇന്നത്തെ ഉയരമാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ വിവരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,523 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം. പ്രധാനമായും ഈ ലെവലിനൊക്കെ താഴോട്ട് ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും മൂവ് കിട്ടുമ്പോഴെല്ലാം സെല്ലേഴ്സ് ആക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ തരത്തിലൊരു ചലനമാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രധാനമായും ഈ ലെവലിന് താഴെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന 24,337 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതിനെയാണ് വീക്ക്നെസ് കാണിക്കുന്ന ഒരു പ്രധാന ലക്ഷണം. അത്തരത്തിലൊരു മൂവ് ലഭിച്ചാൽ തീർച്ചയായും പ്രൈസ് നന്നായി ഡൗൺ സൈഡിലേക്ക് വന്നേക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ
മൂന്ന് ഇൻഡെക്സുകളുടെയും ഞാൻ സാധാരണയായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ കൂടാതെ നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന ഒരു വിശദീകരണവും. പതിവായി നമ്മൾ ചെയ്തിരുന്ന ആ ക്രമത്തിൽ നിന്നും ചെറിയ രീതിയിലൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. അത് പലരുടെയും ഒരു നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ഡിസ്ക്ലെയിമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ട്രേഡിംഗ് പ്ലാനും ലെവലുകളും ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.